മുസ്ലിം ലീഗിന്റെ മതസാഹോദര്യവും പരസ്പര സ്നേഹവും ഐക്യവും ഈ പാർട്ടി നേതൃത്വം നൽകുന്ന സന്നദ്ധ പ്രവർത്തനങ്ങളിലും ആകൃഷ്ടനായാണ് മുസ്ലിം ലീഗിൽ ചേർന്നതെന്ന് സോപാന സംഗീതജ്ഞൻ ഞരളത്ത് ഹരിഗോവിന്ദൻ പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളിൽ നിന്നും പാണക്കാട്ടെത്തിയാണ് ഞരളത്ത് ഹരിഗോവിന്ദൻ മുസ്ലിം ലീഗ് അംഗത്വം സ്വീകരിച്ചത്. കേരളത്തിലെ സാംസ്കാരിക വേദികളിൽ സുപരിചിതനാണ് സോപാന സംഗീതജ്ഞൻ ഞരളത്ത് ഹരിഗോവിന്ദൻ. കലകൊണ്ട് തന്റെ ആശയങ്ങളും അഭിപ്രായങ്ങളും പൊതുവേദികളിൽ അവതരിപ്പിച്ച കലാകാരൻ. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുകയാണെങ്കിൽ അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലായിരിക്കുമെന്ന് ഞരളത്ത് ഹരിഗോവിന്ദൻ മുൻപ് പറയുമായിരുന്നു. ആ തീരുമാനം വെള്ളിയാഴ്ച പാണക്കാട് എത്തിയതോടെ യാഥാർത്ഥ്യമായി. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളിൽ നിന്നും നേതാക്കളുടെ സാന്നിധ്യത്തിൽ മുസ്ലിം ലീഗ് അംഗത്വം സ്വീകരിച്ചു. മനുഷ്യരിലേക്ക് സ്നേഹവും അലിവും എത്തിക്കാനാണ് മുസ്ലിം ലീഗ് എപ്പോഴും ശ്രമിച്ചത്. മനുഷ്യരെ മുഴുവൻ ചേർത്തു നിർത്തിയ ചരിത്രമാണ് ഈ പാർട്ടിക്കുള്ളത്. മുസ്ലിം ലീഗ് നേതൃത്വം നൽകുന്ന ജീവകാരുണ്യ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് മറ്റാർക്കും പകരം വയ്ക്കാനില്ല. ഇതിലെല്ലാം ആകൃഷ്ടനായാണ് മുസ്ലിം ലീഗിൽ ചേർന്നതെന്നും തന്റെ സ്വന്തം തീരുമാനപ്രകാരമാണ് ലീഗിൽ അംഗത്വം എടുത്തതെന്നും ഞരളത്ത് ഹരിഗോവിന്ദൻ പറഞ്ഞു. കേരളത്തിന്റെ സ്റ്റോറി എന്ന പേരിൽ അനവധി തരത്തിൽ ധ്രുവീകരണ ശ്രമങ്ങൾ നടക്കുകയാണ്. കുംഭമേള നടന്ന സമയത്താവട്ടെ, വെള്ളാപ്പള്ളിയുടെ നാവിലൂടെ ആവട്ടെ, അത്തരത്തിലുള്ള അനവധി ധ്രുവീകരണ ശ്രമങ്ങൾ നടക്കുകയാണ്. അതിപ്പോൾ ഇലക്ഷൻ ആയതുകൊണ്ട് ഒന്ന് പത്തി താഴ്ത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഇന്ത്യ മുഴുവനുള്ള ഹൈന്ദവ വിഭാഗം അല്ലെങ്കിൽ മറ്റ് മതവിശ്വാസികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മലപ്പുറം ജില്ലയെ കേന്ദ്രീകരിച്ച് രൂപീകരിക്കപ്പെട്ടതാണെങ്കിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അഖിലേന്ത്യാ തലത്തിലും അഖില ലോക തലത്തിലും വലിയ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടനയാണ്. അത് നടത്തുന്ന സമയത്ത് ബൈത്തുർ റഹ്മ പോലുള്ള ഭവന പദ്ധതികളാവട്ടെ, അതല്ലെങ്കിൽ വയനാട്ടിലെ വീട് വയ്ക്കുന്ന പരിപാടികളാവട്ടെ, അവിടെ ഒന്നും തന്നെ വലിയ PR വർക്ക് നടത്താനോ അല്ലെങ്കിൽ വേറൊന്നിനല്ല ശ്രമിച്ചത്. മനുഷ്യരിലേക്ക് സ്നേഹവും അലിവും എത്തിക്കാനാണ് അവർ ശ്രമിച്ചിട്ടുള്ളത്. അത് ഞാൻ കാലങ്ങളായി നോക്കിക്കാണുന്നൊരു സംഗതിയാണ്. ഞാനൊരു ക്ഷേത്ര കലാകാരനായിട്ടുള്ള ഞരളത്ത് രാമപൊതുവാളുടെ അദ്ദേഹത്തിൻ്റെ കല പിന്തുടരുന്ന 7 മക്കളിൽപ്പെട്ട ആ കല പിന്തുടരുന്ന ഒരേ ഒരു മകനാണ്. ബാക്കി ആരും ആ കല പിന്തുടരുന്നില്ല. ആ കലയിലേക്ക് ഞാൻ വന്നത് കലയിലൂടെ ഇവിടുത്തെ മാനവികത അല്ലെങ്കിൽ സൗഹാർദ്ദം എങ്ങനെ ഊട്ടിയുറപ്പിക്കാം എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ആ കലയ്ക്ക് നിലയും വിലയും ഉണ്ടാക്കണം. അതോടൊപ്പം തന്നെ ആ കലാരൂപം വെറും ഒരു ക്ഷേത്ര കേന്ദ്രിത കല മാത്രമല്ലാതെ എല്ലാ മനുഷ്യരും അത് പാടുന്ന സ്ഥലത്ത് ഒരുമിച്ച് ജാതിയും മതവും രാഷ്ട്രീയവും മറന്നിരിക്കണം എന്ന ആഗ്രഹത്തിൽ കൂടിയാണ് ഞാനതിലേക്ക് വന്നത്. കാരണം ഞാനതിലേക്ക് വരുന്ന സമയത്ത് ആ കല ഏതെങ്കിലും 2-3 സമുദായക്കാർക്ക് മാത്രമേ അത് അവതരിപ്പിക്കാൻ പോലും അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് 15ഓളം സ്ത്രീകൾ ആ കലാരൂപം അവതരിപ്പിക്കുന്നുണ്ട്, 2 മുസ്ലിം യുവാക്കൾ കലാരൂപം അവതരിപ്പിക്കുന്നുണ്ട്, ഒരു ക്രിസ്ത്യൻ പാതിരി ഇടയ്ക്കൂട്ടി പാടുന്നുണ്ട്. ആ തരത്തിലേക്ക് കഴിഞ്ഞ 20 വർഷം കൊണ്ട് അതിനെ വളർത്തിയെടുക്കാൻ ഞാൻ എന്തിനാണോ ഈ കലയിലേക്ക് വന്നത്, ആ ദൗത്യം ഞാൻ പൂർണ്ണമായിട്ടും, അതായത് പ്രത്യേകമായ സമുദായങ്ങളിൽ നിന്ന് ആ കലയെ മോചിപ്പിച്ച് അത് മനുഷ്യരിലേക്ക് ഞാൻ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞു. ആ ഒരു രാഷ്ട്രീയ ദൗത്യം കലാരംഗത്ത് ഞാൻ നിർവഹിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് നിർവഹിക്കാനുള്ളത് കുറച്ച് സാമൂഹ്യ ധ്രുവീകരണ സാധ്യതകളെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ഞാനൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നത്. കാരണം IUML എന്ന് പറയുന്നത് മറ്റ് പൊളിറ്റിക്കൽ പാർട്ടികളുമായിട്ട് യാതൊരു താരതമ്യവുമില്ലാത്ത വളരെ യൂണീക്കായിട്ടുള്ളൊരു പാർട്ടിയാണ് എന്ന് വളരെ കാലങ്ങളായിട്ട് ഞാൻ നിരീക്ഷിക്കുന്നതാണ്. അതിൻ്റെ കാരണം അവർ പ്രവൃത്തിയിലാണ്, മനുഷ്യനോടുള്ള കൂടെ നിൽക്കലിലാണ് അവർ രാഷ്ട്രീയം പ്രയോഗിക്കുന്നത്. ഇനി മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ സാംസ്കാരിക സേവന പ്രവർത്തനങ്ങളിലെല്ലാം പങ്കുചേരാനാണ് ഹരിഗോവിന്ദന്റെ തീരുമാനം. അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി.